ഇവിടെ വരെയൊക്കെ നമ്മൾ തുടങ്ങിയത് ഈ ഒരു പിങ്ക് കളർ ഷെയ്ഡ് യൂസ് ചെയ്ത് നമ്മുടെ കവിളിൽ ബ്ലഷ് ആയിട്ട് നമുക്കിടാം. ഞാനുണ്ട് നമ്മുടെ ബ്ലഷ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ഞാനിതിൽ എടുക്കുന്ന കളർ ഏതാണെന്ന് വെച്ചാൽ ഒരു ലൈറ്റ് കണക്കത്ത് ഒരു പിങ്ക് കട്ടി പിങ്കാണ്, ലൈറ്റ് പിങ്ക് അല്ല കേട്ടോ. കാണിച്ചു തരാം. അതുകൊണ്ട് ഇവിടെ ഈ ഒരു പിങ്ക് ഉണ്ടോ, ഈ ഒരു പിങ്കാണ് ഞാൻ എൻ്റെ ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഐലൈനർ വരയ്ക്കാൻ എൻ്റെ കണ്ണിന് ഓൾവേസ് പോകുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ഐ ഷാഡോ എടുത്ത് കണ്ണിൻ്റെ മുകളിൽ ഇടാം. ഇതാണ് എൻ്റെ മാമായി വന്നിട്ട് ഒരുക്കിത്താന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാമാനെ ഒരുക്കി കിടക്കുന്നു. അതിട്ട് കൊടുത്തു ഞാൻ ഐ ഷാഡോ തന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഞാൻ യൂസ് ചെയ്ത കളറാണ് ഇട്ടത്. ഇനി നമുക്ക് ഈ ഒരു ബ്ലഷ് ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് ഇവിടെ ബ്ലഷ് ഇട്ട് കൊടുത്തോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോ ഇട്ടിട്ട് വരാം. ഗ്ലിറ്റർ ആണ് മുഖത്തിട്ട് കൊടുക്കുന്നത്. അപ്പൊ വേറെ തേക്കുമ്പോഴത്തേക്കും പെട്ടെന്നുണ്ട്. ഗൈസ് എങ്ങനെയുണ്ട് ഗൈസ്? ഞാൻ മീശ എടുക്കണോ പെണ്ണാ? എന്റെ മീശയുടെ കളർ മാറ്റിട്ടാ. മീശ അത് കളർ മാറ്റാനൊന്നും പറ്റൂല. ഇടുമ്പോ എന്താണ് നമുക്ക് ഈ മേക്കപ്പ് മുഴുവൻ ഐലൈനർ വരച്ചു കൊടുക്കണമെന്നാണ് കേട്ടോ ഗൈസ് മാമ പറയുന്നത്. എല്ലാം വേണം. ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇതിലേത് ഷെയ്ഡ് ലിപ്സ്റ്റിക് വേണം. ലിപ്സ്റ്റിക് ഏത് ഷെയ്ഡ് വേണം? ലിപ്സ്റ്റിക് ഞാൻ വേറെ ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കുന്ന ഡാസ്ലറിന്റെ പ്രൊഡക്റ്റാണ്. പിങ്ക് ഷെയ്ഡാണ്, ക്രീം പിങ്ക് ആണ്. കട്ടിക്ക് വേണോ ലൈറ്റിന് വേണോ? കട്ടിക്ക് വേണോ ലൈറ്റിന് വേണോ? എങ്ങനെയെങ്കിലും നേരെ വെച്ചുണ്ട്. ഈ വൈ നേരോട് ചിരിക്കാറിഞ്ഞൂടെ? ഈ എന്റെ മുഖം മുഴുവനാവും. നാണ്ടേ നമ്മുടെ ചുണ്ട് കണ്ടു. ഇനി നമുക്ക് ഐലൈനർ വരച്ചെടുക്കാം. പാർട്ട് 3 കാണുവേ. പാർട്ട് എല്ലാവരും സബ്സ്ക്രൈബ്